ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ വീണ്ടും വന്നേക്കാണ്. അതായത് ഇടയ്ക്ക് ഉള്ളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ സുന്ദരിയ പറഞ്ഞ ഞങ്ങളിനി സുന്ദരിയാവാൻ പോകും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പം ഞങ്ങളൊന്നും എങ്ങോട്ട് പോകണമെന്നില്ല, സൺഡേ അല്ലേ. അപ്പം സൺഡേ അല്ലേ, വെറുതെ ഒന്ന് ഇരിക്കാനാ. സുന്ദരി ഇവിടെ എപ്പോഴും കുളി കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് സ്കൂൾ, അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകല്ലേ. അപ്പം ഞായറാഴ്ച സ്കൂളില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായി പൊട്ടൊക്കെ കുത്തിയിരിക്കും. അപ്പം നമുക്ക് ഒന്ന് വെറുതെ ഇവളെങ്ങനെ ഒരുങ്ങണം, അതായത് ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത് അസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഞങ്ങൾക്ക് ഗെറ്റ് റെഡി. അപ്പം അങ്ങനെ കുട്ടികളുടെ ഈ ചെപ്പുണ്ടല്ലോ, ഇത് തുറന്ന് അതിലൊരു പൗഡറുണ്ട്, പിന്നെ ഒരു കൺമഷിയുണ്ട്, പിന്നെ എന്തുണ്ട്. അപ്പോൾ ആദ്യം ഈ പൗഡർ ഇട്ട് കൊടുക്കും. ബേബി പൗഡറൊന്നല്ല, സാധാരണ നോർമൽ പൗഡറിന്. ഏതാ പൗഡർ അവിടെ ഇരിക്കുന്നുണ്ട് ചെപ്പുകൾ. പോൺസിൻ്റെ പൗഡറാണ്. പോൺസിൻ്റെ ചന്ദനത്തിൻ്റെ ടാൽക്കം പൗഡർ എഴുതിയ ദേ. ഈ ഐബ്രോ പെൻസിൽ ഞങ്ങൾ യൂസ് ആക്കുന്നത് ഡാസിലിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ആക്കുന്നത്. പക്ഷെ ഇതിൻ്റെ മോന പോയി. അപ്പോൾ നമുക്കൊന്ന് മോന ചെത്തി വെക്കാം. ഇതെന്തോരം ചെത്തി വെച്ചാലും കാര്യമില്ല, കണ്ണ് തെറ്റിയ താഴെയുള്ളവൻ വന്ന് ഇത് ശരിപ്പെടുത്തും. അവനതെടുത്തുകൊണ്ട് പോയി ആക്കലാണ് പണി. അപ്പോൾ ഞാൻ ജസ്റ്റ് പിരികൻ എഴുതി കൊടുക്കും. ഇതുണ്ട് ഓക്കെ, പിരികൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ കൂടെ ഞാനും ഗെറ്റ് റെഡി ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഞാനും ഒന്നെൻ്റെ പിരികനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. എനിക്കധികം പിരികനില്ല, ഇങ്ങനെ ഷേപ്പ് ചെയ്താണ് എനിക്ക് പിരികത്തിരിച്ച് വന്നു തുടങ്ങി. പിന്നെ അത്യാവശ്യം ത്രെഡ് ചെയ്യും. ഇങ്ങനെ മിക്കതും ഇങ്ങനെ എഴുതി കൊടുക്കും, ഷേപ്പിൽ എഴുതി കൊടുത്ത് ത്രെഡ് എടുക്കല്ലോ. പിന്നെ തട്ടിപ്പോവും. ഞാനിവിടെ ക്യാമറയിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചേക്കുന്നത്. വല്ലാണ്ട് ഇവിടെ മാലിസ് കളിച്ച് തട്ടിപ്പോയതാണ് ഞങ്ങളോട് പറയണേ. അപ്പോൾ എൻ്റെ പിരികൻ ഷേപ്പ് ചെയ്തു. ഇതിലങ്ങനെ കറക്റ്റായിട്ട് കാണില്ല, എന്നാലും ഞാൻ പറ്റണ പോലെ ശരിയാക്കിയിട്ട് ഇനിയും ഞങ്ങളിനി പൗഡർ ഇടും. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു, ഡോവിൻ്റെ മറ്റേ റോസ് കളറുള്ള ബ്യൂട്ടി ക്രീം. അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ഈ പിരികത്തിൻ്റെ മുകളിൽ ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കും. ഇനി ഞങ്ങൾ ചെയ്യാം. ഇനി അവൾക്ക് ആദ്യം കൺമഷി ചെയ്തു ജയ് കാജൽ, പിള്ളേരുടെ കുഞ്ഞി കാജൽ എടുത്ത് കണ്ണിൽ അടിയിൽ വെറുതെ എഴുതി കൊടുക്കും. മുകളിലേക്ക് നോക്കും, ഇനിയിപ്പോഴത്തെ കണ്ണിൽ. ഇനി അതുപോലെ ഞാനും എഴുതും. കണ്ണിൽ നല്ലോണം വാരിക്കോരി എഴുതി വയ്ക്കും. വല്ലപ്പോഴൊക്കെ എഴുതുമ്പോൾ നല്ലപോലെ എഴുതും. ഇനി ഇപ്പം കണ്ണെഴുതി. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐലൈനർ. ഇത്തിരി കൂടിപ്പോയത്, ക്യാമറയിൽ കുറച്ച് കാണാൻ പറ്റുന്നത് സാരില്ല പടേ. ഇനി ഐലൈനർ എഴുതാൻ പോവാണ്. വാലിടണം, പിന്നെ കണ്ണടച്ചു വാല് വേണം ആൾക്ക്. അപ്പം നല്ലപോലെ വാലിട്ട് എഴുതി കൊടുക്കുകയാണ്. ഗൈസ് ഒരു കണ്ണ് എഴുതി ഗൈസ്. ഇപ്പുറത്തെ കണ്ണ് എഴുതാൻ പോകുന്നത്. കണ്ണ് വറപ്പിക്കല്ലേ. എന്താ കണ്ണ് ഇറങ്ങണുണ്ടല്ലോ, വിറക്കിന് കണ്ണ്. കാണിച്ചു കൊടുത്ത ഞാൻ മുന്നിലേക്ക്. അപ്പോൾ കണ്ണെഴുതി. ഇനി അവൾക്കൊരു സ്റ്റാറിൻ്റെ പൊട്ട് വേണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ പോലെ ഞാനൊരു സ്റ്റാർ ഡിസൈൻ, സ്റ്റാറൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് അറിയണ പോലെ ഒരു കുഞ്ഞൊരു ഡിസൈൻ വരയ്ക്കാൻ പോകുന്നു. ചിലപ്പോൾ സ്റ്റാറാവും, ചിലപ്പോൾ സ്റ്റാറാവില്ല, നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചൊക്കെ സ്റ്റാർ അതിൻ്റെ അടിയിലൊരു കൊത്തിടാം നമുക്ക്. ഓക്കെ, അപ്പം
ഉള്ള മേക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ഞാനൊരു പൊട്ട് കുത്തും. എനിക്ക് പ്രത്യേകിച്ച് വേറെ മേക്കപ്പ് ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരേ കുറി തൊടും. അപ്പോൾ ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇതുപോലെ സൺഡേകളിലൊക്കെ കുട്ടികളെ കുളിപ്പിച്ച് നല്ല സൂപ്പർ ആക്കാറുണ്ട്? അപ്പോൾ ഞാനും എൻ്റെ മോള് സുന്ദരിയായില്ലേ, അവളുടെ ഐലൈനർ ഉണങ്ങണ വരങ്ങി അങ്ങനെ ഇരിക്കണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.